ബോക്സ് ഓഫീസിന് ഇതെന്തു പറ്റിയെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന ഒറ്റയാൻ കാടു കയറിയിരിക്കുന്നതാണ് എന്നൊന്നു പറഞ്ഞാൽ മതി. ഹായ് ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തുടരും സിനിമയുടെ കളക്ഷൻ വിശേഷങ്ങളുമായിട്ടാണ് പുതിയ വീഡിയോ. വൈകാതെ തന്നെ നമ്മുടെ ചാനൽ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രം തുടരും കുതിപ്പ് തുടരുകയാണ്. രണ്ടാം ദിനം കളക്ഷൻ എല്ലാം കൂടി 50 കോടി രൂപ ചിത്രം കളക്ട് ചെയ്തു എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. ആദ്യ ദിവസം തന്നെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന 7ാമത്തെ ചിത്രമായി മലയാള സിനിമ തുടരും മാറിയിരുന്നു. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 4 ലക്ഷത്തിന് മുകളിലാണ് ടിക്കറ്റ് വിൽപ്പന നടത്തിയത്. ഇപ്പോഴും അതേ ട്രെൻഡ് തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തനെ ഉയരാനാണ് സാധ്യത. ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പല ജില്ലകളിലും പല തിയേറ്ററുകളിലും അധികം ചാർട്ട് ചെയ്തു. ചിത്രം 3ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്ന സൂചനയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിൻറ്റേജ് മോഹൻലാലിനെ കാണാം. മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാൾക്ക് ശേഷം കാണാനായി എന്നാണ് പ്രേക്ഷക കമൻറ്റുകൾ. ഒരു ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന ചിത്രം ഇടവേളയോട് അടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. മോഹൻലാലിൻ്റെ കരിയറിലെ 360ാം ചിത്രമാണ് എന്നതും ശോഭനയാണ് ഈ ചിത്രത്തിലെ നായിക എന്നതുമാണ് ഈ ചിത്രത്തിൻ്റെ വളരെയേറെ പ്രത്യേകത നൽകുന്ന കാര്യം. ഏതായാലും ബോക്സ് ഓഫീസ് കീഴടക്കുന്ന മോഹൻലാൽ ചിത്രമായി തുടരും മാറാനാണ് സാധ്യത.